നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. സാധാരണ കേക്ക് നമുക്ക് മൈദാമാവിലാണ്. നമ്മൾ മെജോറിറ്റി കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഫുള്ളും മൈദാമാവിലെ കേക്കുകളാണ്. വീട്ടിലും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ മൈദാമാവിലല്ലേ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗോതമ്പ് മാവിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ക്യാരറ്റും കൂടെ ഇട്ട് നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും നല്ല മോയിസ്റ്റായിട്ടും കിട്ടിയ ഒരു കേക്കാണിത്. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇത്രയും നല്ല ഫ്ലഫി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്ന്. നല്ല സോഫ്റ്റായിട്ട് നല്ല ആ ഒരു ഫ്ലേവറും ആ കേക്ക് ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിനകത്ത് അടിക്കുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഒരു വേറെ ഒരു ഫ്ലേവർ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 200 ഗ്രാം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 200 ഗ്രാം ഗോതമ്പ് മാവിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഞാനീ പറയുന്നതെല്ലാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ വേണേൽ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ കേക്കുകളിൽ ഉപ്പിടാറില്ല, അതുകൊണ്ട് ഇട്ടില്ല. എന്നിട്ട് നമ്മളത് ഇതെല്ലാം കൂടെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അരിപ്പിൽ വെച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ തന്നെ എല്ലാം കൂടെ അങ്ങ് ചേർന്നോളും. ഇനി ഒരു 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് ഒരു 2-3 ഗ്രാമ്പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അത് മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ഡയറക്റ്റായിട്ട് എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ചൊഴിക്കരുത്. നേരത്തെ വെളിയിലെടുത്ത് വെച്ചിരുന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു എസൻസിൻ്റെ 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരല്പം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേപ്സിൻ്റെ എസൻസാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. വാനില എസൻസ് ഒഴിക്കാം, പൈനാപ്പിൾ എസൻസ് ഒഴിക്കാം. ഒന്നും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ശകലം ഇട്ടാൽ മതി. ആ മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എസൻസ് ഒഴിക്കുന്നത്. ഇനി ഒരു 100 ഗ്രാം ബട്ടറോ ഇല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ ഒരു 100 ഗ്രാം കുക്കിംഗ് ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി ഒരു 2 ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്തിട്ട്, മൈദാമാവോ ഗോതമ്പ് മാവോ ഏതെങ്കിലും ഒരു മാവ് ഇട്ട് കൊടുത്തിട്ട് ആ ക്യാരറ്റിലൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. കാരണം ആ ക്യാരറ്റ് അങ്ങനെ അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ചേർന്ന് പോകും. ഇത് മാവ് ഇടയ്ക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഉതിരുതിരായിട്ട് അങ്ങനെ കിടന്നോളും. ഇനി ആ ക്യാരറ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരുന്ന ഈ മുട്ടയും ബട്ടറും എല്ലാം കൂടെ ചേർന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതും കൂടെ ചേർന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു വിനിഗർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കാം. വിനിഗർ ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പുളിക്കാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ബാറ്റർ കുറച്ച് കട്ടിയാണ്. ഇനി ഇങ്ങനെ കട്ടിയാണെങ്കിൽ നമ്മളൊരല്പം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് അത് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ കട്ടിയാണോ അല്ലയോ എന്നൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ അല്പം പാലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തതാണ്. കാച്ചിയ പാലാണ്, കാച്ചി തണുത്ത പാലാണ്. ഇനി അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായി, അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ട്രേ എടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലും ഒരല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുക്കർ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ഒരു 20-25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാണ് കേട്ടോ. അല്ല നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി വേർഷനിലുള്ള ഒരു കേക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ മൈദാമാവല്ല ഗോതമ്പ് മാവാണ് നല്ലതുപോലെ വിശ്വസിച്ച് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഇതുപോലെ ചെയ്യുള്ളൂ. മൈദാമാവിൻ്റെ കേക്ക് നിങ്ങൾ കഴിക്കുകയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക്